സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആചാര്യന്മാർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും, എല്ലാ കുഞ്ഞുമക്കൾക്കും വിനീത നമസ്കാരം. ഇന്ന് ഗുരുവിൻ്റെ പ്രതിഷ്ഠയായ തൃപ്പൂണിത്തുറയിലെ തമ്മണ്ടി ശ്രീ കുമാരമംഗല ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇതര ക്ഷേത്രങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹത്തിനു വേണ്ടി സ്വാത്വിക ആരാധനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഗുരുദേവനാൽ പുനരുദ്ധാരണം ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളാണ് തൃപ്പൂണിത്തുറ ഭാഗത്ത് ശ്രീ കുമാരമംഗല ക്ഷേത്രം. വൈള്ളാനപ്പിള്ളി കൃഷ്ണൻ അപ്പൂപ്പനാണ് ഗുരുദേവനെ ഈ ദേശത്തെ കൂട്ടിക്കൊണ്ടുവന്നത്. ഏകദേശം 2 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകി ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടതും ഇദ്ദേഹം തന്നെയായിരുന്നു. ആലുവയിൽ ഗുരു വിശ്രമിക്കുമ്പോൾ അവിടെ പോയി അനുവാദം വാങ്ങിയിട്ടാണ് പണി ആരംഭിച്ചത്. വെള്ളാനപ്പള്ളി കുടുംബത്തിൽ കെട്ടുകല്യാണം നടത്താറുണ്ടായിരുന്നു. അത് അനാവശ്യമാണെന്ന് നിർത്തണമെന്നും ഗുരു ഉപദേശിച്ചു. പക്ഷെ അവർ ചെവിക്കൊണ്ടില്ല. അപ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞു അത്രേ, ഈ കെട്ടിയതേ ഉള്ളൂ, ഇനി കെട്ടുകയില്ല. അതിനുശേഷം അവർക്ക് പിന്നീട് പല ദോഷങ്ങളും ഉണ്ടായി. പെൺകുട്ടികളുടെ വിവാഹം നടക്കാതെ വന്നു. പരിഹാരത്തിനായി ഗുരുവിനെ വീണ്ടും സമീപിച്ചു. അനുഗ്രഹമുണ്ടായി. സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് പ്രധാനം ഇവിടെ. ആദ്യം കല്ല് പ്രതിഷ്ഠിച്ചു, പിന്നെ പുനഃപ്രതിഷ്ഠ നടത്തി. ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ സ്വാമി നാരായണ തീർത്ഥരാണ് പ്രതിഷ്ഠ നടത്തിയത്. ഉപദേവതകളായി ശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി, ഹിഡുംബൻ മുതലായവയും ഗുരുവിൻ്റെ ഫോട്ടോയും വെച്ച് ഭജന നടത്തിയിരുന്നു. ധനുമാസത്തിൽ, അതായത് ഈ മാസത്തിൽ 5 ദിവസത്തെ ഉത്സവമുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറ്റം, പൂയത്തിന് ആറാട്ടോടുകൂടി സമാപിക്കും. ഒരു തമ്മണ്ടി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ തറക്കല്ലിടിയിൽ കർമ്മം 1962 സെപ്റ്റംബറിന് അയ്യപ്പൻ നിർവഹിച്ചതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഐഷ ചോദിക്കുകയുണ്ടായി, അച്ഛനെ ദൈവം പറ്റിച്ചോ, അച്ഛൻ ദൈവത്തെ പറ്റിച്ചോ എന്ന് സഹോദരൻ അയ്യപ്പൻ്റെ മകൾ ഐഷ അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ. ഇങ്ങനെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വാക്കുകൾ ഗുരുവിൻ്റെ പാദകമലങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ